ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ജെഎം ട്രിപ്പിലെറ്റ്സ്. വീട്ടിലെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയിട്ട് ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കാൻ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നല്ല മൊരിഞ്ഞ ദോശൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. 2 കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് ചോറും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുത് കേട്ടോ. അത് ഞാനിവിടെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ മെഷർമെൻറ്റ് കപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഗ്ലാസ്സോ ബൗളോ എടുത്താൽ മതി. അതിനുശേഷം 1/2 കപ്പ് ഒരുപാട് പുളിയില്ലാത്ത തൈരാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ചേർത്താൽ മതി കേട്ടോ. അതിനുശേഷം 1/2 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചോറ് നിങ്ങൾക്ക് മട്ടയരിൻ്റെ ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതിനുശേഷം 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ഗോതമ്പ് പൊടിയാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് സോഡാപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല കേട്ടോ. ഇതിലേക്കുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ആദ്യം 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒട്ടേറെ വെള്ളം ആവശ്യമുണ്ടോ എന്ന് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും. ഞാൻ ആഡ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ അളവാവില്ല നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ. ഓരോ മാവിനും ഓരോ പൊടിക്കും അതിനനുസരിച്ചുള്ള ഒരു വെള്ളമായിരിക്കും ആവശ്യം വരിക. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ മിക്സാക്കി കൊടുത്തുകൊണ്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം എന്ന് പറയുന്നത്. ഞാൻ ടോട്ടൽ ഇതിലേക്ക് 2.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ രീതിയിലൊന്നായി വന്നിട്ടുണ്ടെങ്കിൽ നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മാവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ രീതിയിൽ വേണം ഒന്ന് അരച്ചെടുക്കാൻ. ഒരുപാട് ലൂസ് ആവേണ്ട, ഒരുപാട് ടൈറ്റ് ആവേണ്ട. നമ്മൾ ഉഴുന്ന് ദോശൻ്റെ ആ ഒരു തിക്നെസ്സിലൊക്കെ വേണം കേട്ടോ. നമ്മളിത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിക്കാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. രാവിലെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അതിന് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് ഒരു തവി ഒഴിച്ചതിന് ശേഷം നമ്മൾ ദോശയൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ച് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഹോൾസൊക്കെ വന്നിക്കാണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് കുക്കായി വരും കേട്ടോ. അടച്ചിട്ട് വേവിച്ചിട്ട് ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അടച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഹോൾസൊക്കെ വന്നതിന് ശേഷം എല്ലാ ഭാഗത്തൊന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ കയ്യിൽ നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇതിങ്ങനെ ചേർക്കുന്നത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് മൊരിഞ്ഞ ദോശ കിട്ടാനാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പാക്കാവുന്നതാണ് കേട്ടോ. മൊരിഞ്ഞ ദോശ വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ സാധാ ദോശ ചുടുന്ന പോലെ ഒന്ന് ചുട്ടെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാക്കണം അത്യാവശ്യം നല്ലൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് ചുട്ടെടുക്കാം. വീഡിയോൻ്റെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ ചാനൽ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ടാക്കാനും മറക്കരുത് കേട്ടോ. നമ്മൾ യൂട്യൂബിൽ പുതിയ ഒരു അപ്ഡേറ്റും കൂടി വന്നിട്ടുണ്ട്. മെസ്സേജിൻ്റെ ആ ഒരു ഭാഗത്ത് ഹൈപ്പ് എന്നൊരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ലൈക്കും അതുപോലെ സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്ന ആ കൂട്ടത്തിൽ ഹൈപ്പും കൂടി ചെയ്തിക്കാണ്ട് സപ്പോർട്ടാക്കാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടോട് കൂടി കഴിച്ചെടുക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല തക്കാളി ചട്നിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. കാരണം എന്താ വെച്ചാൽ നല്ല മൊരിഞ്ഞ ദോശ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ചൂടോട് കൂടി കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മസാല ദോശൻ്റെ പോലെയാണെങ്കിലും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കാവുന്നതാണ് കേട്ടോ. സെൻറ്റർ ഭാഗത്തേക്ക് നമ്മൾ കിഴങ്ങിൻ്റെ മസാലയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ. നല്ല മൊരിഞ്ഞ ദോശ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു. ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പ് ചെയ്ത് കാണും കൂടി ഒന്ന് സപ്പോർട്ടാക്കുക കേട്ടോ. നാളെ ഇൻഷാല്ലാ മറ്റൊരു റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.